ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കനകധാരാ സ്തോത്രത്തിലെ 11ഉം 12ഉം കീർത്തനം ഒന്ന് നോക്കാം. ശ്രുത്യൈ നമോസ്തു ശുഭകർമ്മഫലപ്രസൂതേ രത്യൈ നമോസ്തു രമണീയ ഗുണാശ്രയായൈ ശക്ത്യൈ നമോസ്തു സദപത്രനികേതനായൈ പുഷ്ട്യൈ നമോസ്തു പുരുഷോത്തമവല്ലഭായൈ. ശുഭകർമ്മഫലപ്രദായിനിയായ വേദസ്വരൂപിണിക്ക് നമസ്കാരം. സകല രമണീയ ഗുണങ്ങൾക്കും ആശ്രയസ്ഥാനമായ രതിസ്വരൂപിണിക്ക് നമസ്കാരം. താമരപ്പൂവിൽ വസിക്കുന്നവളായ ശക്തിസ്വരൂപിണിക്ക് നമസ്കാരം. വിഷ്ണുവല്ലഭയായ പുഷ്ടിസ്വരൂപിണിക്ക് നമസ്കാരം. അങ്ങനെയാണ് 11ാമത്തെ കീർത്തനത്തിൻ്റെ അർത്ഥം വരുന്നത്. കീർത്തനം 12. നമോസ്തു നാളീകനിബാനനായൈ നമോസ്തു ദുഗ്ധോദധി ജന്മഭൂമ്യൈ നമോസ്തു സോമാമൃതസോദരായൈ നമോസ്തു നാരായണവല്ലഭായൈ. താമരപ്പൂ പോലെയുള്ള മുഖത്തോടു കൂടിയവളും പാലാഴിയിൽ പിറന്നവളും ചന്ദ്രൻ്റെയും അമൃതിൻ്റെയും സഹോദരിയുമായ ശ്രീനാരായണ വല്ലഭയ്ക്കായി നമസ്കാരം. അങ്ങനെയാണ് 12ാമത്തെ കീർത്തനത്തിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഒന്നുകൂടി ചൊല്ലാം. ശ്രുത്യൈ നമോസ്തു ശുഭകർമ്മഫലപ്രസൂതേ രത്യൈ നമോസ്തു രമണീയ ഗുണാശ്രയായൈ ശക്ത്യൈ നമോസ്തു സദപത്രനികേതനായൈ പുഷ്ട്യൈ നമോസ്തു പുരുഷോത്തമവല്ലഭായൈ നമോസ്തു നാളീകനിബാനനായൈ നമോസ്തു ദുഗ്ധോദധി ജന്മഭൂമ്യൈ നമോസ്തു സോമാമൃതസോദരായൈ നമോസ്തു നാരായണവല്ലഭായൈ. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.